ദുൽഖർ സൽമാനെ പോലെ ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് യാതൊരു വിധമായ നോട്ടീസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോടതിയുടെ ഉത്തരവോ ഇല്ലാതെ ഇങ്ങനെ കസ്റ്റംസിന്റെയും MVDയും ഒക്കെ ചെന്നുകൊണ്ട് ഈ വാഹനങ്ങൾ പിടിച്ചെടുത്ത നടപടി അദ്ദേഹത്തിന് കൃത്യമായിട്ട്, അതായത് ആ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഹൈക്കോടതിയിലേക്ക് സമീപിച്ചിട്ടുള്ളത്. ഇവിടെ പ്രശ്നമെന്ന് പറഞ്ഞാല് ഭൂട്ടാനിൽ നിന്നും ഈ 100ഓളം വാഹനങ്ങൾ ഇന്ത്യയിൽ എത്തിയെന്നുള്ള അതിന്റെ പേരിലാണ് നുങ്കൂർ എന്ന പേരിൽ ഒരു ഓപ്പറേഷൻ കസ്റ്റംസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ കാണേണ്ടതായ കാര്യം, ഇത് കേരളത്തിൽ മാത്രമായി ഒതുങ്ങിയിരിക്കുകയാണ്. മറ്റൊരു സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള പരിശോധന നടന്നിട്ടുള്ളതായിട്ട് യാതൊരു വിധമായ തെളിവുകളുമില്ല. ഈ കേരളത്തിലെ സെലിബ്രിറ്റികളിൽ ആരും തന്നെ ഭൂട്ടാനിൽ നിന്നും നേരിട്ട് എന്ത് ചെയ്തിട്ടില്ല, വാഹനം ഇവിടെ കൊണ്ടുവന്നിട്ടില്ല, അല്ലെങ്കിൽ നേരിട്ട് വന്നിട്ടില്ല. ഇതിന്റെ ഇടനിലക്കാരായിട്ട് ഒരു വലിയ ശൃംഖല തന്നെ, ഒരു കള്ളക്കടത്ത് മാഫിയ തന്നെ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. ആ രാജ്യത്ത് ബംഗാളിലെ ആയാലും ഹിമാചൽ പ്രദേശിലെ ആയാലും കസ്റ്റംസ് തന്നെ പറയുന്ന, കസ്റ്റംസിന്റെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് കോയമ്പത്തൂരുള്ള ആളുകളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവിടെ ഒന്നും തന്നെയും യാതൊരു വിധമായ പരിശോധനകൾ ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള, കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ആപ്ലിക്കേഷനാണ് പരിവാഹൻ എന്ന് പറയുന്നത്. ഇന്ത്യ രാജ്യത്ത് ഒരു സാധാരണക്കാരനായ പൗരനെ സംബന്ധിച്ചിടത്തോളം ഒരു വാഹനം സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങിക്കുമ്പോഴായാലും, അല്ലെങ്കിൽ ഒരു യൂസ്ഡ് കാർ മേടിക്കുമ്പോഴായാലും, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ നിന്നുള്ള രജിസ്ട്രേഷൻ വാഹനങ്ങൾ മേടിക്കുമ്പോഴായാലും അവർക്ക് പരിശോധിക്കുവാനും അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് നേരിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന സർക്കാരിന്റെ ആപ്ലിക്കേഷനിൽ പോലും ഈ ഒരു കള്ളക്കടത്ത് സംഘം വലിയ തിരിമറി നടത്തിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ 4മതായോ 5മതായോ ഓണർമാരായിട്ടുള്ള സെലിബ്രിറ്റികളുടെ പേരിലേക്ക് മാത്രം എങ്ങനെയാണ് ഈ കുറ്റം എത്തുന്നത്? ഈ വാഹനം ആരാണ് ഇന്ത്യയിലേക്ക് എത്തിച്ചത്, അല്ലെങ്കിൽ എവിടെയാണ് ഇതിന്റെ രജിസ്ട്രേഷൻ നടന്നിട്ടുണ്ടായിരുന്നത്, ആരൊക്കെയാണ് ഇതിന്റെ ഓണർമാരായിട്ടുള്ളത്? അങ്ങനെയുള്ള യാതൊരുമായ അന്വേഷണവും നടന്നതായി കസ്റ്റംസും സ്ഥിരീകരിക്കുന്നില്ല. നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യാത്ത ഒരു അവസ്ഥയാണ്. ഇവിടെ 1, 2, 3 സെലിബ്രിറ്റികളിൽ മാത്രമായി ഈ അന്വേഷണം ഇത്തരം വാഹനങ്ങളാണ് ഇവർ ഉപയോഗിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ കോലാഹലങ്ങൾ സൃഷ്ടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഭരണഘടനാപരമായിട്ടുള്ള റൈറ്റാണ് അവർ കോടതിയിലേക്ക് പോകുന്നത്. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം അവർ പരിവാഹനെ ഉൾപ്പെടെ, അല്ലെങ്കിൽ ഈ രാജ്യത്തെ നിയമ സംവിധാനങ്ങളെയും RTO ഓഫീസുകളെയും ഒക്കെ രജിസ്ട്രേഷനും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ അവരുടെ ഭാഗത്തു നിന്നും ഇത്തരം നടപടികൾ ഉണ്ടാകുമ്പോൾ അതിനെ ഒരിക്കലും തന്നെ അംഗീകരിക്കുവാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. തീർച്ചയായിട്ടും ദുൽഖറിന്റെ ഹർജി ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും യാതൊരു വിധമായ അറിയിപ്പും ഇല്ലാതെയാണ് ദുൽഖറിലെ വീട്ടിലേക്ക് എത്തി ഇത്തരത്തിലുള്ള കാര്യം. അവരാരും തന്നെ ഒളിച്ചു നടക്കുന്നവരോ അല്ലെങ്കിൽ മാറി നിൽക്കുന്നവരോ അല്ല. അവരൊക്കെ ജനങ്ങളുടെ ഇടയിൽ സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്ന ആളുകളാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പരിശോധന വേണമെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ വാഹനത്തെ കുറിച്ച് വിശദീകരണം വേണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവരോട് തിരക്കാമല്ലോ. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഒരു വാർത്ത സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള നടത്തിയിട്ടുള്ള ഒരു കാര്യമായിട്ട് ഇതിനെ കാണുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത്, ഈ ഭൂട്ടാൻ എന്ന് പറയുന്നത് മറ്റൊരു രാജ്യമാണ്. ആ രാജ്യത്ത് നിന്നും ഇത്തരത്തിൽ നികുതി വെട്ടിച്ചുകൊണ്ട്, കസ്റ്റംസ് നികുതികൾ വെട്ടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യ സുരക്ഷയെ തന്നെ അപകടത്തിലാക്കുന്ന തരത്തിൽ ഇത്തരം കള്ളക്കടത്തുകൾ നടത്തുമ്പോൾ നമ്മുടെ ദേശീയ അന്വേഷണ ഏജൻസികൾ എവിടെയായിരുന്നു എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അതിർത്തി രക്ഷാസേനയുണ്ട്, അല്ലെങ്കിൽ ദേശീയ അന്വേഷണ ഏജൻസികൾ ഒരുപാടുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒന്നും തന്നെ പിടിക്കപ്പെടാതെ, ഉറവിടം പിടിക്കപ്പെടാതെ, കള്ളക്കടത്ത് സംഘങ്ങളെ അറസ്റ്റ് ചെയ്യാതെ വാഹനങ്ങളിലേക്ക് മാത്രമായി കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമമാണോ എന്ന് പോലും സംശയിക്കാൻ ഇടയുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.